വീണ്ടിടങ്ങളിൽ വീണ്ടും നമ്മൾ വീണ്ടെടുക്കുന്നു നമ്മൾ മലയാളം. അതിൽ സിദ്ദീഖില്ലാതെ ആ മലയാളം പൂർത്തിയാവില്ലല്ലോ, വസീഫില്ലാതെയും ആ മലയാളം പൂർത്തിയാവില്ല. എനിക്ക് ഓർമ്മയുണ്ട്, സിദ്ദീഖ് അവിടെ വരുമ്പോൾ നമ്മൾ ആ രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുന്ന സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സിദ്ദീഖിനെയും ഞങ്ങൾ കാണുന്നുണ്ട്, വസീഫിനെയും ഞങ്ങൾ കാണുന്നുണ്ട്. പോത്തുകല്ലിൽ വസീഫും സംഘവും നടത്തിയ രക്ഷാപ്രവർത്തനം ഒരുപക്ഷെ അസാധാരണമായിരുന്നു. അതേപോലെ ആ സമയത്ത് മറ്റെല്ലാം മറന്ന് ചെളിയിൽ പൂണ്ട കാലുമായിട്ട് സിദ്ദീഖ് നിൽക്കുന്ന കാഴ്ചയും ഞങ്ങൾ കണ്ടു. അതുകൊണ്ട് ആ കോലുണ്ടാവുന്ന സമയത്ത് സിദ്ദീഖിൻ്റെ മനസ്സ് മാത്രമല്ല, ഞങ്ങളുടെ മനസ്സും വേദനിച്ചു സിദ്ദീഖ്. ആ അർത്ഥത്തിൽ അത് വസീഫ് ഇടപെട്ട് ശാന്തമാക്കിയതായിരുന്നു മനോഹരമായ കാഴ്ച. സിദ്ദീഖ്, നമുക്കതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നുമേ പറയേണ്ടതില്ല. പക്ഷേ ആ അനുഭവം സിദ്ദീഖിന് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളെല്ലാവരും ആ മുറിവ് കഴുകാൻ തയ്യാറാണ്, അല്ലെങ്കിൽ കേരളം അത് മനസ്സിലാക്കി എന്നത് അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ആ പാട്ടിട്ടത്. ഇതാണ് നമ്മുടെ അവസ്ഥ അല്ലേ സിദ്ദീഖ്? പക്ഷേ അവിടെയുള്ള കൂടുതൽ മനുഷ്യരും പിന്നീട് സിദ്ദീഖിനോട് വന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് കണ്ടു. അത് നമ്മളൊന്നും അല്ല എന്ന് പറയുന്നു. അത് അങ്ങനെ ഉണ്ടാവും. സിദ്ദീഖിനത് അല്പം ഉള്ളിൽ തട്ടിയെന്ന് തോന്നുന്നു അല്ലേ സിദ്ദീഖ്? സത്യത്തിൽ നമ്മളവിടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഞങ്ങളെല്ലാവരും സർക്കാരുമായി ചേർന്ന്, വിവിധ ഘടകങ്ങളുമായി ചേർന്ന്, രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും സാമുദായിക സംഘടനകളും അല്ലാത്തവരും ഒക്കെ ഒറ്റക്കെട്ടായി കൈമൈ മറന്ന് പോയ ഒരു ദുരന്ത ഭൂമിയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ആ സ്ഥലത്ത് ഒരു പൊതു ശ്മശാനം രൂപപ്പെടുത്തിയെടുക്കാൻ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ബോഡി അടക്കം ചെയ്യാൻ മുന്നോട്ട് പോയപ്പോൾ, ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോയപ്പോൾ കലക്ട്രേറ്റിലെത്തി. അതിനിടയ്ക്ക് ചെറിയാനുമായി HMLൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ച് അവിടെ അംസക്ക ഉൾപ്പെടെയുള്ള ഒത്തിരി ആളുകൾ അതിലൊക്കെ ഇടപെട്ടു. എന്നിട്ട് അവിടെ മന്ത്രിമാരുമായി സംസാരിച്ച് പൊതുശ്മശാനം രൂപപ്പെടുത്തിയെടുക്കുന്നത്, അവിടെ സർവ്വമത പ്രാർത്ഥന ക്രമീകരിക്കുന്നത്, അങ്ങനെ തുടങ്ങി രാപ്പകലില്ലാതെ എല്ലാവരും, എല്ലാ സംഘടനകളും യുവജന സംഘടനകളും എല്ലാവരുടെയും ഒരിടപെടലുണ്ടായിരുന്നു. ഒരു ദിവസത്തെ അടക്കം ചെയ്യൽ പിറ്റേ ദിവസം 2:45-3 മണിക്ക് അവസാനിക്കുന്ന ദിവസം പോലും ഉണ്ടായിരുന്നു. അന്ന് മഴ പെയ്ത് മണ്ണ് ഉറച്ചുപോയി അവസാനം അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച് അവസാനം മെഡിക്കൽ ടീമിനെ അടക്കം കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെയൊക്കെ ഒരു കുഴിയിൽ 2-3 പാക്കറ്റ്, അത് ഒന്നിച്ചുള്ളതാണോ 2-3 ആളുകളുടേതാണോ എന്നറിയില്ല, അങ്ങനെയൊക്കെ പോയ സ്ഥലമാണ്. ആ സ്ഥലത്ത് നമ്മൾ ഒരുപാട് പരിപാടികൾ നടത്തി. ഇതിൻ്റെ ശിലാസ്ഥാപന കർമ്മം, വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ, സർക്കാർ തലത്തിലുള്ള ഏകോപിത മീറ്റിങ്ങുകൾ, ദുരന്ത സഹായ മീറ്റിങ്ങുകൾ ഒത്തിരി നടത്തിയിട്ടുണ്ട്. ഞാനൊരു 90-95% ഞാൻ പങ്കെടുത്തതാണ്. പക്ഷേ ഇത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. ആ ഒഴിവാക്കപ്പെടേണ്ടതായ സാഹചര്യം അവിടെ ഉണ്ടാകണമായിരുന്നു. അത് നമ്മുടെ ആ സ്ഥലം അതിന് പറ്റുന്നല്ല. ആ സ്ഥലം രാഷ്ട്രീയമോ അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഡിവിഷൻസിന് ഉപയോഗിക്കേണ്ടതായ ഒരു സ്ഥലമല്ല. ആ സ്ഥലം ഒരു ചേർത്ത് നിർത്തലിൻ്റെ, സ്നേഹത്തിൻ്റെ, ഒരുമയുടെ ഒരു കേന്ദ്രമാണ്. അതൊരു ഭയങ്കര മെസ്സേജാണ് ആ സ്ഥലം. അവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ശബ്ദമുണ്ടായി എന്നുള്ളത് പിന്നെ ഞാനിതിന് അർഹനാണോ എന്നുള്ളത് ആ സ്വാഗതം കഴിഞ്ഞപ്പം തന്നെ എന്നെ വല്ലാതെ വേട്ടയാടി. അപ്പോൾ എനിക്ക് ഒരു പൂർണ്ണ ബോധ്യമുണ്ട്, ഞാനതിന് അർഹനല്ല, ഈ കൂകി വിളിക്ക് അർഹനല്ല. ഞാനതിൻ്റെ ഒരു മെൻ്റൽ ട്രോമയൊക്കെ നന്നായി അനുഭവിച്ച ആളാണ്. ഞാൻ മാക്സിമം എഫർട്ട് എടുത്താണ്. എല്ലാവരും എഫർട്ട് എടുത്തു, എല്ലാവരും. ഞാൻ അതിനൊക്കെ റെക്കഗ്നൈസ് ചെയ്തും അതിനെ അംഗീകരിച്ചുമാണ് പോകുന്നത്. അതിൻ്റെ കൂടെ ഈ ദുരന്തമുണ്ടായി ആദ്യം ഞാൻ വിളിക്കുന്നത് ചീഫ് സെക്രട്ടറി വേണു സാറിനെയാണ്. ഞാനിപ്പോഴും ഓർമ്മ, 3ാമത്തെ റിങ്ങിൽ ആ മനുഷ്യൻ ഫോൺ എടുത്തിട്ടുണ്ട്. 2 മണിയോട് അടുപ്പിച്ച സമയത്താണ് ഞാൻ വിളിക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രിയെ വിളിച്ചു. മുഖ്യമന്ത്രി കുറച്ച് കഴിഞ്ഞ് എന്നെ തിരിച്ചു വിളിക്കുന്നുണ്ട്. മന്ത്രിമാരെ വിളിച്ചു, SP വിളിച്ചു, മറ്റുള്ള ആളുകളൊക്കെ വിളിക്കുന്നു. നമ്മൾ അങ്ങനെയാണ് പോയത്. അങ്ങനെ പോകുന്ന രാഷ്ട്രീയം പറയും, വീഴ്ചകൾ പറയും, അത് തിരിച്ച് ഇങ്ങോട്ടും പറയും. അത് സ്വാഭാവികമാണ്. അത് രാഷ്ട്രീയ ഇലക്ഷൻ അടുക്കുമ്പോൾ കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റി കുറച്ചുകൂടെ കൂടി വരികയായിരിക്കും. പക്ഷേ ആ ഭൂമി ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഇകഴ്ത്തൽ രാഷ്ട്രീയത്തിന്റെ ഒരു സ്ഥലം. അവിടെയും സർക്കാർ ഇടപെടലല്ലേ? കാരണം ആ സമയത്ത് വസീഫ് വന്ന് പറയുന്നു. പിന്നീട് കണ്ടിരുന്നോ വസീഫിന്റെ വീഡിയോ പുറത്തു വന്നത്? ആ സമയത്ത് കൂവരുത്, നിങ്ങൾ കൈയടിക്കുകയാണ് വേണ്ടത് എന്ന് വസീഫ് പറയുന്ന ഒരു രംഗമുണ്ട്. അത് കണ്ടിരുന്നോ സിദ്ദീഖ്? ഞാൻ അവിടെ ഇടപെട്ട ആളുകളെക്കുറിച്ചും ഇടപെടാതിരുന്ന ആളുകളെക്കുറിച്ചും എല്ലാം എനിക്ക് ബോധ്യമുണ്ട്. ഇടപെട്ട ആളുകളുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലിനെ വളരെ ഉത്തരവാദിത്വത്തിലെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇടപെടാതിരുന്ന, ഞാൻ സ്വാഗതം കഴിഞ്ഞപ്പം ബഹുമാന്യനായ രാജ മിനിസ്റ്ററോട്
ഞാൻ പറയുന്നുണ്ട് രാജ്യമനുഷ്യ ഇത് കൈവിട്ടു പോവുകയാണല്ലോ, ഇത് ഇങ്ങനെ ഒരു പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ട രീതിയിൽ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിനുശേഷം ഈ ഇടപെടൽ ഉണ്ടാകേണ്ട ഇടത്തിൽ നിന്ന് അതിൻ്റെ ഇടപെടൽ വേണ്ടത്ര ഉണ്ടായോ എന്നുള്ളത് അവർ പരിശോധിക്കട്ടെ. പക്ഷേ ഇതൊരു മറ്റു രീതിയിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ആ സ്ഥലത്ത് വേണ്ടത് ഒരു ഒരുമയുടെ. ഞാൻ ഇന്നലെ രാത്രി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടതുണ്ട്. വസീഫ് പിന്നെ പോസിറ്റീവായി അവിടെ പിന്നെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ വലിയ ഇടപെടൽ നടന്നു. വസീഫിൻ്റെ നേതൃത്വത്തിലും അവിടെ നല്ല രീതിയിലുള്ള ഇടപെടലുണ്ടായിരുന്നു. ഞാൻ അതിനൊക്കെ ഈ 1ാം വാർഷികത്തിന് പിന്നെ വസീഫും സനോജും പിന്നെ മറ്റ് യൂത്ത് കോൺഗ്രസും മറ്റുള്ള യുവജന സംഘടനകളും BJPയും CPM എല്ലാവരും വന്നിരുന്നു. ഞാൻ അവരുടെ പേരെടുത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഞാൻ അവരെ 1ാം വാർഷികത്തിലേക്ക് അവിടെ ക്ഷണിച്ചത്. നമ്മുടെ ഒരു എല്ലാവരുടെയും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ് ആ പുത്തുമല പൊതുശ്മശാനം. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ദുരന്ത നിവാരണ പ്രവർത്തനം. സർക്കാർ ആഗ്രഹിക്കുന്നത് അതാണ് എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. പക്ഷെ അതിലിത് ഘടകവിരുദ്ധമായിട്ടുള്ള സമീപനമാണ്. ഇന്നലെ ഞാൻ മുസ്ലിം ലീഗിൻ്റെ വീട് കൊടുത്തതായിരിക്കുന്ന സ്ഥലത്ത് പോയിരുന്നു. സ്ഥലത്ത് പോയത് ഞാൻ നോമ്പ് തുറന്ന ഞാൻ പോയപ്പോൾ ഞാനവിടെ പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അവിടെ സെൻറ് തോമസ് ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ ഉമ്മറത്ത് നിന്നാണ് ആളുകൾ നിസ്കരിച്ചത്. ഞാൻ ഫാദർ ജോർജിനെ വിളിച്ചു, അദ്ദേഹം മാനന്തവാടിയിലെ. അവിടെ കൃഷ്ണരാജ് എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മിൺ ഫാമിലി ഉണ്ട്. അവരുടെ കൃഷ്ണരാജിൻ്റെ ഭാര്യയാണ് ഈ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ റൂം തുറന്നു കൊടുത്തത്. പ്രാഥമിക കാര്യങ്ങൾക്ക് അവർ റൂം തുറന്നു കൊടുത്തു. നിസ്കരിക്കാനുള്ള പിന്നെ പായ വിരിച്ചു കൊടുത്തു. രാജുവിൻ്റെ വീട് കുറേ വീടുകൾ കയറി അവരോടൊക്കെ പ്രത്യേകം നന്ദി പറഞ്ഞു. നമ്മുടെ ഒരു രീതി അതാണ്. രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ജനം വല്ലാത്ത രീതിയിൽ ഒന്നിച്ചു പറഞ്ഞതുപോലെ ആ അപശബ്ദങ്ങൾ ഒഴിവാക്കേണ്ടത് തീർച്ചയായിട്ടും